എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്ന ഒരു അവക്കാഡോ ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവക്കാഡോ എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ഹെൽത്തി ഫാറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള അവക്കാഡോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ സീഡ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരാൾക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി അവക്കാഡോ മതിയാകും. അപ്പോൾ അത് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്നൊന്ന് കൈ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇത് ചെയ്തപ്പം കുറച്ച് കട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടി. മിക്സിയിലിടുമ്പോൾ ഇതിലേക്ക് നമുക്ക് സീസണിങ് ആയിട്ട് ഉപ്പ്, കുരുമുളക്, നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗാർലിക് സോൾട്ടാണ് എടുക്കുന്നത്. അതായത് ഉപ്പിൻ്റെ അകത്ത് വെളുത്തുള്ളിയുടെ പൊടിയും കൂടെ ചേർന്നതാണ്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. പിന്നെ കുറച്ച് ഉള്ളിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തു. ഇനി ഫാറ്റ് കുറവുള്ള പ്രോട്ടീൻ കൂടുതലുള്ള 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ടും കൂടെ ചേർക്കുകയാണ്. ഗ്രീക്ക് യോഗട്ട് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. മയണൈസിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുരുമുളക് പൊടി അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങൾക്ക് സീസണിങ് ആയിട്ട് ചേർക്കാവുന്നതാണ്. പുളി നിങ്ങൾക്ക് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ തൈരും നാരങ്ങ നീരും കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകും കൂടി ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ മാത്രമല്ല സാലഡിലൊക്കെ ഡ്രസ്സിങ് ആയിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിപ്പാണ്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് സാധാരണ ഈസ്റ്റ് ചേർത്തിട്ടുള്ള ബ്രെഡല്ല, ഇത് സൗഡോ ബ്രെഡാണ്. അതുകൊണ്ട് ഗ്ലൂട്ടൻ അധികം കാണില്ല. ഒന്നുകൂടെ ഹെൽത്തി വേർഷനാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എഗ്ഗും കൂടെ എടുക്കുന്നുണ്ട്. ഒരു ഗാർലിക് സോൾട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ അവക്കാഡോയിൽ അത്യാവശ്യം ഫാറ്റ് ഉണ്ട്. അപ്പം ഹെൽത്തി ഫാറ്റ്സ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് കഴിക്കുക. പകുതി അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആ ഒരു അളവിൽ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. രാവിലെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കണം. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അവക്കാഡോ ടോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി ഇതുപോലത്തെ റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്